ശേഷം എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നാം ഇന്ന് പകൽക്കാലം കടന്നു പോകുന്നത്. ഇംഗ്ലീഷിലേക്ക് പോകാതെ മലയാളത്തിൽ മാത്രം എല്ലാവർക്കും മനസ്സിലാക്കുന്ന നമ്മുടെ മാതൃഭാഷയിലാണ് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. വേദപുസ്തകത്തിൽ ഊന്നി എന്താണ് ഇവിടെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കൊരു വേദഭാഗം വേഗത്തിലൊന്ന് വായിക്കാം. ഒരു വേദഭാഗം നമുക്ക് വേഗത്തിൽ വായിക്കാം. ഓൾറെഡി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ടൈം കീപ്പേഴ്സ് ദയവായിട്ട് എനിക്ക് സമയം അവസാനിക്കാറാകുമ്പോൾ ദയവായിട്ട് കൈപൊക്കി എനിക്കൊരു സൈൻ തരണേ. യു വാണ്ട് ടു കീപ് ദ ടൈം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം. ദൈവം തന്റെ ജനത്തോട്, തന്റെ പ്രിയപ്പെട്ട മക്കളോട് ഒരു അപേക്ഷ കഴിക്കുകയും. എന്താണ് ദൈവത്തിന്റെ അപേക്ഷ എന്നറിയാമോ? എന്താണ് ദൈവത്തിന്റെ അപേക്ഷ? 4-ാമത്തെ അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 4-ാം അധ്യായം 20 മുതൽ 23 വരെ ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദൈവം പറയുകയാണ്, മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കാം. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. നമ്മുടെ ഹൃദയത്തെ എങ്ങനെ കാത്തുകൊള്ളണം? സകല ജാഗ്രതയോടും കൂടെ, വിത്ത് ഓൾ ഡിലിജൻസ്. നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ദൈവത്തിന് കൊടുക്കുവാൻ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം, എന്തിന്റെ ഉത്ഭവം? ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സോ ദൈവം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? എന്താണ് നമ്മോട് ദൈവം ചോദിക്കുന്നത്? ദൈവത്തിന് എന്താണ് വേണ്ടത്? നമ്മുടെ ഹൃദയം. എന്താണ് വേണ്ടത്? ആക്ച്വലി നോട്ട് ദിസ് ഹാർട്ട്. ഈ ഹാർട്ട് അല്ല വാസ്തവത്തിൽ. ആക്ച്വലി വാട്ട് ഗോഡ് വാണ്ട്സ് ഈസ് അവർ ബ്രെയിൻ, ദ ഫ്രോണ്ടൽ ലോബ്. അതാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അല്ലാതെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്ന ഈ ഹൃദയത്തെ അല്ല വാസ്തവത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത്. ദൈവത്തിന്റെ ആവശ്യം നമ്മുടെ ഫ്രോണ്ടൽ ലോബ്, ചിന്തിക്കുവാൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ, വ്യക്തികളെ തിരിച്ചറിയുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, ദൈവഹിതത്തെ മനസ്സിലാക്കുവാൻ നമ്മെ സാധിപ്പിക്കുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ദ ഫ്രോണ്ടൽ ലോബ്. അതിനാണ് ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവശ്യപ്പെടുന്നത്. നാം വേദപുസ്തകം വായിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ there is a battle for the mind. നമ്മുടെ മനസ്സിനെ കൈയടക്കുവാനായിട്ട് ഒരു പോരാട്ടം ഇവിടെ നടക്കുന്നു, ഈ ലോകത്തിൽ നടക്കുന്നു. മനസ്സിന്റെ കീഴ്പ്പെടുത്തൽ, ആ മനസ്സിനെ ഏറ്റെടുക്കുവാനായി ദുഷ്ടനായ പിശാച് ഒരു ഭാഗത്തും, മറുഭാഗത്ത് നമ്മോട്, മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. 23-ാം അധ്യായം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 23-26. ദൈവം ഡയറക്ട്ലി ആസ്കിങ് us. എന്താണ് ദൈവം ചോദിക്കുന്നത്? 23-26. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. സോ ദൈവം എന്താണ് നമ്മോട് ചോദിക്കുന്നത്? എന്താ ചോദിക്കുന്നത്? Give me thy heart. നിന്റെ ഹൃദയം എനിക്ക് എന്ത് ചെയ്യുക? തരിക. നമ്മുടെ ഹൃദയം നാം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? നാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം നാം വേഗത്തിൽ ചിന്തിക്കുവാൻ പോവുകയാണ്. വെരി ഇൻട്രസ്റ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നാം ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. സമയക്കുറവുകൊണ്ട് വേഗത്തിൽ പോവുകയാണ്. നാം എല്ലാവരും ശുശ്രൂഷകന്മാരാണ്, നന്നായി വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ വലിയ വിശദീകരണത്തിനൊന്നും നിൽക്കാതെ ഞാൻ വേഗത്തിൽ ഈ ഒരു ചിന്തയിലേക്ക് പോവുകയാണ്. ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയം നാം ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ എന്ന് വേഗത്തിൽ ചിന്തിക്കുവാൻ പോവുകയാണ്. ലൂക്കോസിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം. ഏതാ പുസ്തകം? ലൂക്കോസിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന ദൈവത്തിന്റെ ശബ്ദം
ഇന്ന് കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങൾ ദൈവത്തിന് ഞങ്ങളുടെ ഹൃദയം കൊടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, നീതീകരണം അത് ക്രിസ്തുവിലൂടെയാണെന്ന് ബോധ്യപ്പെടുവാൻ, അതിന് ദൈവത്തിന് നമ്മുടെ ഹൃദയം ആവശ്യമാണെന്ന ബോധ്യം ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ചിന്തിക്കുന്ന വചനങ്ങളിലൂടെ, ചിന്തകളിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുന്ന് നിങ്ങളോട് സംസാരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. ലൂക്കോസിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം മുതൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു. ഒരു സംഭവ കഥ ലൂക്കോസ് പറയുകയാണ്. എന്താണ് ആ സംഭവ കഥ? ഒരു ദിവസം ഒരു പ്രമാണി, ആരാണ് ഒരു പ്രമാണി? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിച്ച് യങ് റൂളർ, ധനികനായ, ധനാഢ്യനായ, വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് യേശുവിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചു. Is it a good question to ask? യേശുവിനോട് ചോദിക്കുവാൻ പറ്റിയ ഒരു നല്ല ചോദ്യമാണോ? തീർച്ചയായും. അവൻ യേശുവിനോട് എന്താ ചോദിച്ചത്? കർത്താവേ, നിത്യജീവനെ അവകാശമാക്കുവാൻ നല്ല ഗുരു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ സത്യസന്ധമായ ചോദ്യം. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ യേശുവിനോട് ധാരാളം പേർ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. പലരും അവരുടെ ജ്ഞാനം യേശുക്രിസ്തുവിനെ ബോധ്യപ്പെടുത്തുവാൻ, പലരും യേശുക്രിസ്തുവിനെ വാക്കിൽ കൊടുക്കുവാൻ ചോദ്യങ്ങളുമായി യേശുക്രിസ്തുവിന്റെ അടുക്കൽ പോയിട്ടുണ്ട്. But not this with this man. ഈ യങ് റൂളർ, റിച്ച് യങ് റൂളർ അപ്രകാരം യേശുവിനെ കൊടുക്കുവാനോ, യേശുക്രിസ്തുവിന് മുമ്പിൽ ഞാൻ വലിയവനാണെന്ന് കാണിക്കുവാനോ, തന്റെ ജ്ഞാനത്തെ ചൂണ്ടിക്കാണിക്കുവാനോ ഒന്നുമല്ല, മറിച്ച് ആത്മാർത്ഥതയോടെ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥതയോടെ ആ ധാർമ്മികനായ, സത്യസന്ധനായ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തു അവനോട് പറഞ്ഞു, നിത്യജീവനെ അവകാശമാക്കുവാൻ നീ എന്താ ചെയ്യേണ്ടത്? കൽപ്പനകളെ പ്രമാണിക്കുക. എന്താ പറഞ്ഞത്? കൽപ്പനകളെ പ്രമാണിക്കുക. 19-ാമത്തെ വാക്യം മുതൽ. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ യേശുവിനോട് പറഞ്ഞത് കേട്ടിട്ട്, അവൻ എന്താണ് യേശുവിനോട് പറഞ്ഞത്? കൽപ്പനകളെ പ്രമാണിക്കുക. നിത്യജീവനെ അവകാശമാക്കണം എന്നുണ്ടെങ്കിൽ നീ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ചൂണ്ടിക്കാട്ടി. ഏതാണ് ആ കൽപ്പനകൾ? ദൈവം 10 പ്രമാണങ്ങളിലെ ചില കൽപ്പനകൾ അവനോട് ചൂണ്ടിക്കാട്ടിയിട്ട് ഈ കൽപ്പനകളെ നീ പ്രമാണിക്കണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതൽ ഈ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. യേശുക്രിസ്തു അവനെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, ഇനി ഒരു കുറവ് ആകുണ്ട് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് എന്തുണ്ടാകും? നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. ആര്? ഈ മനുഷ്യൻ അത് കേട്ടിട്ട് വളരെ ദുഃഖത്തോടെ കടന്നുപോയി. നാം ഈ സംഭവത്തെ ഒരു സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയായത്. എന്നാൽ സത്യത്തിൽ അവിടെ സമ്പത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എങ്കിലും യേശുക്രിസ്തു പറയുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. അവന് സമ്പത്തുണ്ടായതല്ല സത്യത്തിൽ അവന്റെ കുറവ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തുള്ള സമ്പത്തുള്ളവരൊക്കെ എന്ത് ചെയ്യപ്പെടണം? നശിപ്പിക്കപ്പെടണം. സമ്പത്തിന്റെ പ്രശ്നമല്ല സത്യത്തിൽ അവന്റെ പ്രശ്നം. അവൻ സത്യമായും ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നവനായിരുന്നു. യേശുക്രിസ്തുവോട് പറഞ്ഞില്ല, നീ എന്തിനാണ് കള്ളം പറയുന്നത്? നീ ഒരിക്കലും എന്റെ കൽപ്പനകളെ പ്രമാണിച്ചിട്ടില്ല. അവൻ യേശുവിനോട്, ഞാൻ ചെറുപ്പം മുതൽ നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു അവനെ ശാസിച്ചില്ല, അല്ലെങ്കിൽ അവനെ ഖണ്ഡിച്ചില്ല. അവൻ തെറ്റുകാരനാണ്, നീ കൽപ്പനകൾ അനുസരിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് യേശുക്രിസ്തു അവനെ ശാസിക്കുവാൻ പോയില്ല. മറിച്ച് യേശുക്രിസ്തു അവനെ സൂക്ഷ്മമായി നോക്കിയിട്ട് അവനോട് പറഞ്ഞത്, നീ എല്ലാം പാലിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിട്ടും അവൻ ഈ കൽപ്പനകളൊക്കെ പ്രമാണിച്ചിട്ടും യേശുവിനോട് അവൻ പോയി ചോദിച്ച ചോദ്യം എന്തായിരുന്നു? നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? അവൻ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ
ആയിരുന്നിട്ടും അവന്റെ ഉള്ളിൽ ഒരു സന്തോഷമില്ലായിരുന്നു. അവന്റെ ഉള്ളിൽ ഒരു ശൂന്യതയായിരുന്നു. അവന് സന്തോഷമില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു, വല്ലാത്തൊരു ശൂന്യത അവൻ ദൈവ കൽപ്പനകളെ അനുസരിക്കുന്നവനായിരുന്നിട്ടും അവൻ അനുഭവിച്ചു പോന്നിരുന്നു. അതിന്റെ കാരണം എന്താണ് എന്ന് യേശുക്രിസ്തു അവനോട് സംസാരിക്കുകയാണ്. എന്തായിരുന്നു സത്യത്തിൽ അവന്റെ പ്രശ്നം? എന്തായിരുന്നു അവന് സംഭവിച്ചത്? അവനുണ്ടായിരുന്ന കുറവ് വാസ്തവത്തിൽ എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ എന്താണെന്ന് അറിയാമോ? അവന്റെ കുറവ് പണമല്ല. അവന്റെ കുറവ് അവന്റെ ഹൃദയത്തെ ദൈവത്തിന് കൊടുത്തിട്ടില്ലായിരുന്നു. അവന്റെ ഹൃദയത്തെ അവൻ ആർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു? ദൈവത്തിന് അവന്റെ ഹൃദയത്തെ കൊടുത്തിട്ടില്ലായിരുന്നു. അവൻ ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നവനായിരുന്നു, ശബദത്തോറും പള്ളിയിൽ പോകുന്നവനായിരുന്നു, ദൈവ പ്രമാണങ്ങളെ അനുസരിക്കുന്നവനായിരുന്നു. എന്നാൽ അവന്റെ ഹൃദയത്തിന്റെ ഉടമസ്ഥാവകാശം യേശുക്രിസ്തുവിന് കൊടുത്തിട്ടില്ലായിരുന്നു. എന്താണ് അവൻ ചെയ്യാതിരുന്നത്? അവന്റെ ഹൃദയത്തിന്റെ ഉടമസ്ഥാവകാശം അവൻ ദൈവത്തിന് കൊടുത്തിട്ടില്ല. എന്താണ് സദൃശവാക്യങ്ങളിൽ ദൈവം തന്റെ ജനത്തോട് ആവശ്യപ്പെട്ടത്? മക്കളെ, നിങ്ങളുടെ ഹൃദയം ആർക്ക് തരിക? എനിക്ക് തരിക. ഈ യങ് റൂളർ അല്ലെങ്കിൽ ഈ പ്രമാണിയായ മനുഷ്യൻ ധാർമ്മികനായിരുന്നു, ധനികനായിരുന്നു, സമ്പത്തുള്ളവനായിരുന്നു. പക്ഷെ അവന്റെ കുറവ് അവൻ ദൈവത്തിന് അവന്റെ ഹൃദയം സമർപ്പിച്ചിട്ടില്ലായിരുന്നു. ഒരു പൂർണ്ണമായ സമർപ്പണം അവന് ദൈവത്തോട് ഉണ്ടായിരുന്നില്ല. അവൻ എന്തുണ്ടായിരുന്നില്ല? ഒരു പൂർണ്ണമായ സമർപ്പണം ദൈവത്തോട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും കുഴപ്പം എന്താണെന്ന് അറിയാമോ? നമുക്ക് ദൈവത്തോട് പൂർണ്ണമായ സമർപ്പണമില്ല. നമുക്കറിയാം കുറെ കാര്യങ്ങൾ. നാം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാണ്, ദൈവ വഴികളിൽ ജീവിക്കുവാൻ മനസ്സുള്ളവരാണ്. എന്നാൽ നമുക്കെന്തില്ല? പൂർണ്ണമായ ഒരു സമർപ്പണമില്ല. ദൈവത്തിന് ഹൃദയത്തെ പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ നാം ഇന്നും മനസ്സ് വെച്ചിട്ടില്ല. ആരെ പോലെ? ഈ പ്രമാണിയായ മനുഷ്യനെ പോലെ അവൻ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചിട്ടില്ലായിരുന്നു. യഥാർത്ഥമായ രക്ഷ നമ്മളോട് പലരോടും ഈ പെന്തക്കോസ്തുകാർ ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടോ? എന്താ ചോദിക്കാറ്? രക്ഷിക്കപ്പെട്ടോ? യഥാർത്ഥമായ രക്ഷ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഹൃദയത്തിന്റെ ഉടമസ്ഥാവകാശം യേശുവിന് കൊടുക്കുന്നതാണ് സത്യത്തിൽ യഥാർത്ഥമായ രക്ഷ. എന്താണ് യഥാർത്ഥമായ രക്ഷ? നമ്മുടെ ഹൃദയത്തിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ നിയന്ത്രണം, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ സകല കാര്യാദികളും നാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സത്യത്തിൽ എന്ത്? രക്ഷ എന്നതുകൊണ്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത്, ആര് വരുവാൻ ആഗ്രഹിക്കുന്നത്? യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി മാത്രമല്ല. യേശുക്രിസ്തു നമ്മിൽ വരേണം എന്ന് പറയുന്നത്, മറിച്ച് യേശുക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനാണ് യേശുക്രിസ്തു നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. എന്തിനാ ഹൃദയം ചോദിക്കുന്നത്? He wants to dwell in our heart by faith. വിശ്വാസത്താൽ യേശുക്രിസ്തുവിന് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യണം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നാം ഓരോരുത്തരും അപ്രകാരം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ച ഒരു മനുഷ്യനെ ബൈബിളിൽ വായിക്കുവാൻ സാധിച്ചാൽ അത് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് എന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കും. പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസിനെ പോലെ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ശുശ്രൂഷകന്മാരും എങ്കിൽ നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ തീ കത്തും. എന്ത് കത്തും? കേരളത്തിൽ തീ കത്തും. പൗലോസ് ഒരുത്തൻ ലോകത്തിൽ തീ കത്തിച്ചതുപോലെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി കീഴ്പ്പെട്ടവരാണ് നാം എങ്കിൽ നമ്മിലൂടെ അതിശയങ്ങൾ, വൻ കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ പരിശുദ്ധനായ ദൈവത്തിന് സാധിക്കും എന്ന് നമ്മെ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. പൂർണ്ണമായ സമർപ്പണമില്ലാത്ത ജീവിതം സമാധാനമില്ലാത്ത ഒരു ജീവിതമാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തില്ലാത്തത്? നാം കൽപ്പനകളെ അനുസരിക്കുന്നു, ഓരോ ശബ്ദത്തോറും ആലയത്തിൽ പോകുന്നു, ദശാംശം കൊടുക്കുന്നു, നാം പലവിധമായ കാര്യാദികൾ അനുസരിക്കുന്നു. ബട്ട് ഈവൻ ദെൻ നമ്മുടെ ഹൃദയത്തിൽ എന്തില്ല? സമാധാനമില്ല, സന്തോഷമില്ല, വല്ലാത്തൊരു ശൂന്യത. എന്താ കാരണം? നാം രണ്ട് വെള്ളത്തിൽ നാം അറിയാതെ ചവിട്ടുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. നാം ദൈവത്തിന് പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. നാം ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ പൗലോസിനെ പൗലോസാക്കിയ ദൈവം നമ്മെ ഈ ലോകത്തിൽ അതിശക്തന്മാരായ വീരന്മാരാക്കി മാറ്റും
എന്നത് ദൈവത്തിന്റെ വലിയൊരു വാഗ്ദത്തമാണ്. എന്തുകൊണ്ടായിരുന്നു ആ പ്രമാണി ദൈവകൽപ്പനകളെ ഒക്കെ അറിഞ്ഞ ആ പ്രമാണി ദിനംതോറും ദൈവത്തിന്റെ ആലയത്തിൽ പോയ ശബദത്തോറും ദൈവത്തെ ആരാധിച്ച ആ പ്രമാണി എന്തുകൊണ്ടാണ് ദുഃഖിതനായി മടങ്ങിപ്പോയത്? എന്തുകൊണ്ടാണ് അവൻ പരാജയപ്പെട്ടത്? അതിനൊരു കാരണമുണ്ട്. എന്തായിരുന്നു കാരണം? ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വേദഭാഗം. അവിടെ എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവയെ നീ എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇതേ വാക്യം യേശുക്രിസ്തു 22-ാം അധ്യായം മത്തായിയിൽ പറയുവാനിടയായി. 22 മത്തായിയുടെ പുസ്തകം 37 മുതൽ 39 വരെ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ഈ കൽപ്പനകളുടെ ആകെ തുക സത്യത്തിൽ എന്താണെന്നറിയാമോ? സ്നേഹം. എന്താണ് ഈ കൽപ്പനകളുടെ ആകെ തുക? One word to summarize the entire 10 commandments. എന്താണ് ആ one word? സ്നേഹം. സ്നേഹം. ദൈവത്തോട് സ്നേഹമില്ലാതെ നാം ഈ ലോകത്തിൽ എന്തൊക്കെ പ്രവർത്തിച്ചാലും എത്രയൊക്കെ അനുസരിക്കുവാൻ ഓടി നടന്നാലും അത് വെറും കടമ നിറവേറ്റൽ മാത്രമാണ്. എന്ത് മാത്രമാണ്? ഞാനൊരു സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ശുശ്രൂഷകനാണ്. ഞാൻ എന്റെ പ്രവർത്തികൾ ചെയ്യുന്നു, പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അത് ഒരു കടമ നിറവേറ്റൽ മാത്രമായി ഞാൻ കണ്ടാൽ എന്റെ പ്രവർത്തികളൊക്കെ എപ്രകാരമായിരിക്കും? വെറും യാന്ത്രികമായിരിക്കും. ശനിയാഴ്ച പോകണം, അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച പോകുന്നു. വിശ്വാസികളോട് സംസാരിക്കണം, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. വചനം പ്രസംഗിക്കണം, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അത് വെറും കടമ നിറവേറ്റൽ മാത്രമായി തീരുന്നു. ആ നിറവേറ്റലുകൾക്ക്, ആ കടമ നിറവേറ്റലുകൾക്ക് അത് യാന്ത്രികമായതിനാൽ അതിന് മറ്റുള്ളവരെ ഒരു സ്വാധീനവും ഉണ്ടാക്കുവാൻ കഴിയാതെ പോകുന്നു. കാരണം എന്താണത്? അത് ഒരു കടമ നിറവേറ്റലായതുകൊണ്ടാണ്. എന്നാൽ ദൈവം അങ്ങനെയല്ല നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എപ്രകാരമാണ്? അവൻ ധനികനായ മനുഷ്യൻ ദൈവ കൽപ്പനകളെ പ്രമാണിച്ചവൻ ആയിരുന്നു എങ്കിലും അവൻ ദൈവസ്നേഹത്തിന്റെ നിറവിലല്ല. ദൈവസ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയ പൗലോസിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? വിശ്വാസികളോട്, വിശ്വാസികൾക്ക് വേണ്ടി ഫിലിപ്പിയിലെ ജയിലിൽ മുട്ടിൽ നിന്ന് പൗലോസ് എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും വീതിയും വ്യാപ്തിയും എന്തെന്ന് ഗ്രഹിപ്പാൻ ഈ ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് അവിടുന്ന് ബലം പകരണമേ എന്ന് ദൈവത്തോട് ആര് പ്രാർത്ഥിക്കുന്നു? അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യഥാർത്ഥമായ ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ഈ ലോകത്തിൽ അനുസരണം എന്നത്. അതല്ലാത്ത അനുസരണമൊക്കെ വെറും യാന്ത്രികം മാത്രമാണ്. ഒരു മാസത്തെ സാലറി പറ്റുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ, നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രമുള്ള വെറും ഒരു പ്രവൃത്തി മാത്രമായി നമ്മുടെ ശുശ്രൂഷകൾ എന്ത് ചെയ്യപ്പെടും? തരം താഴ്ത്തപ്പെടും. എന്നാൽ നമ്മുടെ പൈനിയേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ അവർ ദൈവസ്നേഹത്തിൽ നിറവുള്ളവരായി എല്ലാം ത്യാഗം ചെയ്യുവാൻ യേശുക്രിസ്തുവിൽ നിറഞ്ഞവർക്ക് മാത്രമേ ഈ ലോകത്തിൽ സാധിക്കൂ. ആ അപ്രകാരം ജീവിക്കുന്നവർ എന്തില്ല? യാത്ര ചെയ്യുന്നതോ, എത്രത്തോളം ക്ഷീണിക്കുന്നതോ, ഉറക്കം വിളയ്ക്കുന്നതോ, എത്രത്തോളം ത്യാഗം ചെയ്യുന്നതോ, എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും അതെല്ലാം അവർ ദൈവസ്നേഹത്തിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം തങ്ങളെ സമർപ്പിച്ചവരായിരിക്കും. അവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും അവർക്ക് മാത്രമേ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പൗലോസിനെ പോലെ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 3 മുതൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുവാൻ തക്കവണ്ണം ഇടയായി. എന്താണ് എഴുതിയത്? എനിക്കുള്ളതെല്ലാം ഞാൻ അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഞാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ, എന്തില്ല എങ്കിൽ? സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ഈ വാക്യങ്ങളെ നാം പഠിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അവിടെ ദൈവത്തിന്റെ സ്നേഹമായ അഗാപ്പേ സ്നേഹത്തെ കുറിച്ച് ആര് പറയുകയാണ്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നാം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ആ ഹൃദയത്തിൽ ആര് വാസം ചെയ്യും? യേശുക്രിസ്തു വാസം ചെയ്യും. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാസം ചെയ്താൽ പിന്നെ ഞാനല്ല, ആരത്രേ?
യേശു ക്രിസ്തു അത്രേ. യേശു ജീവിച്ചതുപോലെ, യേശു സംസാരിച്ചതുപോലെ, യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിപ്പാൻ ദൈവം അപ്രകാരമുള്ള തന്റെ മക്കളെ ശക്തന്മാരാക്കി തീർക്കും. അതിന് തടസ്സം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സമർപ്പണമില്ലായ്മയാണ്. എന്താണ് തടസ്സം? ആ ധനികനായ മനുഷ്യന് എല്ലാം അറിയാമായിരുന്നു, ദൈവകൽപ്പനകളെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ അവൻ ദൈവത്തിന് തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഒരു മനസ്സുണ്ടായിരുന്നില്ല. ആ റിച്ച് യങ് റൂളർ, ആ പ്രമാണിയായ മനുഷ്യൻ വഴിതെറ്റിപ്പോയവനൊന്നുമായിരുന്നില്ല. അവന് വഴി അറിയാമായിരുന്നു. എന്നാൽ അവൻ എന്ത് ചെയ്തില്ല? അവൻ ദൈവ കൽപ്പനകളെ പ്രമാണിക്കുന്നവനായിരുന്നു. മതപരമായി ഞാൻ റൈറ്റ് പേഴ്സൺ, ശരിയായ മനുഷ്യൻ, ഞാൻ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നു, സ്വർഗത്തിന് യോഗ്യൻ എന്നൊക്കെ സ്വയം ചിന്തിക്കുന്നവനായിരുന്നു. എന്നാൽ അവന്റെ ഹൃദയം അവൻ പൂർണ്ണമായും ആർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അവന്റെ ചിന്തകൾ അവൻ ഇപ്പോഴും ലോകത്തിൽ സമർപ്പിച്ചിരുന്നു. അവൻ പൂർണ്ണമായും ദൈവത്തിന് കീഴ്പ്പെട്ടില്ല. അവൻ എന്താ ചെയ്യാതിരുന്നത്? അവൻ പൂർണ്ണമായും ദൈവത്തിന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം ഇടയായില്ല. നാം പലപ്പോഴും ധാരാളം കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കും. പക്ഷേ നമ്മുടെ പ്രവൃത്തികളൊക്കെ പരാജയമാണെന്ന് തോന്നിയേക്കാം. എന്തുകൊണ്ടെന്നറിയാമോ? എന്തുകൊണ്ടാണ് നാം അപ്രകാരം പരാജയപ്പെടുകയാണ് എന്ന് തോന്നുന്നതിന്റെ കാരണം എന്താണ്? ക്രിസ്തു നമ്മിൽ ജീവിക്കാതെ, എടുത്തു വെച്ചോണേ, ക്രിസ്തു നമ്മിൽ ജീവിക്കാതെ നാം ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. നാം എന്താ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശുക്രിസ്തു നമ്മിൽ ജീവിക്കാതെ നാം യേശുക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. ക്രിസ്ത്യാനിത്വം എന്നത് ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കുവാനുള്ള ശ്രമിക്കലല്ല, അത് ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കലാണ്. ശ്രമിക്കൽ എന്തായി മാറും? അത് വേറൊരു തരത്തിലേക്ക്. ശ്രമിച്ചാൽ നമുക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരേണ്ടതില്ലായിരുന്നു. നാം ശ്രമിക്കുകയല്ല, മറിച്ച് യേശുക്രിസ്തുവിൽ ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കുകയാണ്. ക്രിസ്തു നമ്മിൽ ജീവിക്കുകയാണ്. അനുസരണം എന്നത് അപ്പോൾ യേശുവുമായുള്ള ബന്ധത്തിൽ നിന്നും ഉളവാകുന്ന ഒരു മധുരകരമായ അനുഭവമാണ്. അവിടെ എന്തുണ്ടാകും? ത്യാഗമുണ്ടാകും. ഞാൻ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി, എപ്രകാരമാണ് ഈ പ്രിയപ്പെട്ടവർക്ക് ഇത്ര സമർപ്പണത്തോടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ സാധിച്ചത്? ഉറക്കമിളപ്പ്. ജെയിംസ് വൈറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹം ഓവർ വർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയി എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഉറക്കമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ഇന്ന് നാം ഒരു പണിയും ചെയ്യാതെ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ ജെയിംസ് വൈറ്റിന്റെ കഥ സ്വർഗത്തിലെ ദൈവം നമ്മെ കാണിക്കും. എന്താ കാണിക്കുന്നത്? ഒരു നിമിഷം പോലും പാഴാക്കാതെ കഠിനമായി കഠിനാധ്വാനം ചെയ്തതുകൊണ്ട്, ഓവർ വർക്ക് ചെയ്തതുകൊണ്ട് മരണപ്പെട്ട ജെയിംസ് വൈറ്റിനെ ദൈവം നമ്മുടെ മുൻപാകെ കാണിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ത്യാഗം ചെയ്യുവാൻ ദൈവം അവരെ ഇടയാക്കിയത്? അവർ ശ്രമിച്ചത് കൊണ്ടല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ഹൃദയം, യേശു ക്രിസ്തു അവരെ വസിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ അവർ യേശുക്രിസ്തു എപ്രകാരമാണോ യേശുവിനെ പഠിച്ചാൽ, എപ്പോഴാ കർത്താവായ യേശുക്രിസ്തു ഉറങ്ങിയത്? എപ്പോഴാ കർത്താവായ യേശുക്രിസ്തു ഒന്ന് ആശ്വസിക്കുവാൻ ഒരു സൈഡിൽ പോയി കിടന്നത് എന്നോർത്ത് നാം അങ്കലാപ്പുള്ളവരായി തീരും. എപ്പോഴാണ് യേശുക്രിസ്തുവിന് വിശ്രമിക്കുവാൻ സമയം കിട്ടിയത്? പകൽ മുഴുവനും രോഗികളുമായി ശുശ്രൂഷിക്കുന്ന യേശുക്രിസ്തുവിന് രാത്രി മുഴുവനും തന്റെ പിതാവുമായി പ്രാർത്ഥിക്കുവാൻ സമയം എപ്പോഴാണ്? ഇതിന്റെ മധ്യത്തിൽ യേശുക്രിസ്തു ഉറങ്ങുവാൻ തക്കവണ്ണം ഇടയായത്. പ്രിയപ്പെട്ടവരെ, ആ സമർപ്പണം നമുക്കുണ്ടായാൽ തീർച്ചയായും ദൈവം പൗലോസിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുപോലെ നമ്മിലും അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ, കേരളത്തിൽ വലിയൊരു പ്രവർത്തിക്കായി നമ്മെ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും എന്ന് നമ്മെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുകയാണ്? ബോധ്യപ്പെടുത്തുകയാണ്. ആ മനുഷ്യൻ എന്തില്ലായിരുന്നു? സമർപ്പണമില്ലായിരുന്നു. എന്തില്ലായിരുന്നു? സമർപ്പണമില്ലായിരുന്നു. പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ നിറയുവാൻ എന്തുണ്ട്? ഒരളവുണ്ട്. പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ നിറയുവാൻ ഒരു അളവുണ്ട്. നാം വിട്ടുകൊടുക്കുന്ന അളവിലാണ് പരിശുദ്ധാത്മാവ് എവിടെ നിറയുന്നത്? നമ്മിൽ നിറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തപ്പോൾ, പൂർണ്ണമായും അവൻ വിട്ടുകൊടുത്ത അളവിൽ ആര് നിറഞ്ഞു? പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പോൾ ഞാനും എന്തുകൊണ്ടാണ് ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കുന്നത്? അത് നമ്മുടെ വിട്ടുകൊടുക്കലിന്റെ അളവിനെ അനുസരിച്ചാണ്. നാം പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്താൽ, എന്താണ് ഈ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ? മകനെ, നിന്റെ ഹൃദയം എനിക്ക് എന്ത് ചെയ്യുക? തരിക എന്ന് യേശുക്രിസ്തു പറയുവാൻ തക്കവണ്ണമിടയായി. അവൻ പൂർണ്ണമായി, ആ യങ് റൂളർ, ആ പ്രമാണിയായ മനുഷ്യൻ പൂർണ്ണമായും അവൻ ദൈവത്തിന് വിട്ടുകൊടുത്തിരുന്നില്ല. നാം പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്താൽ, നാം വിട്ടുകൊടുക്കപ്പെട്ട ആ പൂർണ്ണമായ അളവിൽ പരിശുദ്ധാത്മാവ് നിറയുവാൻ യേശുക്രിസ്തു ഇടയാക്കി തീർക്കും. പരിശുദ്ധാത്മാവ് ആരിലും എന്ത് ചെയ്യത്തില്ല? തള്ളിക്കയറില്ല.
ആരും എന്ത് ചെയ്യില്ല. ഇന്ന് പലരും എന്ത് ചെയ്യുന്നു, ഒരു 10 ഹല്ലേലൂയ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ തള്ളി കയറ്റുകയാണ് പലരുടെ ഉള്ളിൽ. ഒരിക്കലും പരിശുദ്ധാത്മാവ് ആരും എന്ത് ചെയ്യത്തില്ല, തള്ളിക്കയറില്ല. പരിശുദ്ധാത്മാവിന് നാം വിട്ടുകൊടുക്കുന്ന അളവിലാണ് നിറയുന്നത്. അത് ദൈവം നമ്മുടെ പാപങ്ങളെ ബോധ്യപ്പെടുത്തും, നമ്മുടെ കുറവുകളെ ബോധ്യപ്പെടുത്തുമ്പോൾ, ആ കുറവുകളെ തിരിച്ചറിഞ്ഞ് അവയെ വിട്ടുകളഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ആ അളവിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പൂർണ്ണമായ അളവിൽ വിട്ടുകൊടുത്ത ഒരു മനുഷ്യനെ ബൈബിളിൽ പഠിക്കുവാൻ സാധിച്ചാൽ അത് മറ്റാരുമല്ല, ആരത്രേ? അപ്പോസ്തലനായ പൗലോസ് ആയിരുന്നു. നമുക്കറിയാം നിക്കോദമസിന്റെ കഥ അല്ലെ. നിക്കോദമസ് ആരായിരുന്നു? ഒരു സാധാരണക്കാരനായിരുന്നില്ല. ആ നിക്കോദമസ് അവൻ ആരായിരുന്നു? ഒരു പണ്ഡിതനായിരുന്നു, ഒരു പരീശനായിരുന്നു, ഒരു വലിയ പ്രമാണിയായിരുന്നു, ഒരു ധനികനായിരുന്നു, സൻഹദ്രീൻ സംഘത്തിലെ അംഗമായിരുന്നു, ഒരു വലിയ ഉപദേഷ്ടാവായിരുന്നു. അവൻ ഒരു കുറവും അവനിൽ കാണുവാൻ തക്കവണ്ണം സാധിച്ചില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു രാത്രി അവൻ മറ്റാരും അറിയാതെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവനോട് യേശുക്രിസ്തു പറഞ്ഞത് എന്തായിരുന്നു? നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ, വെള്ളത്താലും ആത്മാവിനാലും നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും എന്ത് ചെയ്തില്ല, കഴിയുകയില്ല. ധനികനായ യുവാവ് ദുഃഖത്തോടെ മടങ്ങിപ്പോയതിന്റെ കാരണം അവൻ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ലായിരുന്നു. നിക്കോദമസിന് എന്തായിരുന്നു പ്രശ്നം? അവന് വീണ്ടും ജനനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. രണ്ടുപേർക്കും ദൈവത്തെ അറിയാമായിരുന്നു, രണ്ടുപേർക്കും ദൈവകൽപ്പനകളെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു, രണ്ടുപേരും ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവരായിരുന്നു. എന്നാൽ ഒരു മനുഷ്യന് പൂർണ്ണമായി സമർപ്പണം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ മനുഷ്യന് വീണ്ടും ജനനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. എന്ന് നമ്മിൽ അനേകർക്കും എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു വീണ്ടും ജനനത്തിന്റെ ആവശ്യമുണ്ട്. എന്താണ് ഈ വീണ്ടും ജനിക്കൽ എന്ന് പറഞ്ഞാൽ? രക്ഷ എന്നത് പഴയ ജീവിതത്തിന്റെ ഒരു മെച്ചപ്പെടുത്തലല്ല. ഇതൊക്കെ ചില സ്റ്റേറ്റ്മെന്റുകളുടെ മലയാള പരിഭാഷയാണ്, എന്റെ വാക്കുകളല്ല കേട്ടോ. രക്ഷ എന്നത് പഴയ ജീവിതത്തിന്റെ ഒരു മെച്ചപ്പെടുത്തലല്ല, മറിച്ച് ഒരു പുതിയ ജീവൻ സ്വീകരിക്കലാണ്. നമുക്കൊരിക്കലും മെച്ചപ്പെടുത്തുവാൻ കഴിയില്ല. നാം എന്ത് ചെയ്യണം? പൂർണ്ണമായും ക്രിസ്തുവിൽ മരിച്ചേ മതിയാകും. നമ്മുടെ പഴയ ജീവിതത്തിൽ ഒന്നുമില്ല കൊള്ളാവുന്നതായിട്ട്. നാം പൂർണ്ണമായും ക്രിസ്തുവിൽ മരിക്കണം. എങ്കിൽ നമ്മിൽ പുതിയ ജീവിതത്താൽ നിറയപ്പെടുവാൻ കർത്താവ് നമ്മിൽ ഇടയായിത്തീരും. പാപിയെ മെച്ചപ്പെടുത്തുവാനല്ല കർത്താവായ യേശു ക്രിസ്തു വന്നത്. യേശു ക്രിസ്തു എന്തിനാ വന്നത്? പാപിയെ മെച്ചപ്പെടുത്തുവാനല്ല, പിന്നെയോ അവനെ പുതുതാക്കുവാനായിട്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്തിനാ വന്നത്? നമ്മെ പുതുതാക്കി തീർക്കുവാൻ, യേശുക്രിസ്തുവിന്റെ വാസസ്ഥലമാക്കി തീർക്കുവാൻ. ദൈവത്തിന്റെ ആഗ്രഹം എന്താ? ഒരു ബിൽഡിംഗിൽ കുടിയിരിക്കുക എന്നത് ദൈവത്തിന്റെ ഉദ്ദേശമേ അല്ല. ദൈവത്തിന്റെ ആഗ്രഹം എന്തത്രേ? നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുക. ഇന്നിവിടെയുള്ള 113 ശുശ്രൂഷകന്മാരും ദൈവവേല ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ ഹൃദയം പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്താൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം വിട്ടുകൊടുത്ത ആ പൂർണ്ണമായ അളവിൽ നമ്മുടെ ഉള്ളിൽ നിറയപ്പെട്ടാൽ, സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ റേഞ്ച് എന്തായിരിക്കും ഈ ഭൂമിയിൽ? കേരളത്തിൽ തീ കത്തും. ഓരോ സഭയിലും ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങി കേൾക്കും. ഓരോരുത്തരും മാനസാന്തരപ്പെടും. നാം മാനസാന്തരപ്പെടാതെ, നാം തന്നെ ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ കൊടുക്കാതെ, നാട്ടുകാരെ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുപ്പീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾക്ക് യാതൊരു വിലയും ഉണ്ടാവുകയില്ല. എന്തായിരിക്കും പിശാച് പറയുക? ഇവൻ തന്നെയും അവന്റെ ഹൃദയം ആർക്കും കൊടുത്തിട്ടില്ല, ദൈവത്തിന് കൊടുത്തിട്ടില്ല. ഇവന്റെ ഉള്ളിൽ ഇപ്പോഴും ആരായിരിക്കുന്നത്? ഞാൻ തന്നെ. അവൻ തന്നെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക, ദൈവത്തെ അനുസരിക്കുക. ഇവൻ തന്നെ ദൈവത്തെ അനുസരിക്കുന്നില്ല. ഇവൻ തന്നെ അവന്റെ ഹൃദയത്തെ ദൈവത്തിന് കൊടുത്തിട്ടില്ല. ഇവന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാനാണ് വാസം ചെയ്യുന്നത്. അവൻ ഇപ്പോഴും പാപത്തെ താലോലിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലാതാകും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയാതെ പോകും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, പൂർണ്ണമായും സമർപ്പിക്കുവാൻ ആരെ വിളിക്കുന്നു? ദൈവം എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മെ ദൈവം അപ്രകാരം വിളിച്ചിരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം നമുക്കറിയാവുന്ന വേദവാക്യമാണ്. 36-ാം അധ്യായം 26-ാമത്തെ വാക്യം. യെഹെസ്കേൽ 36:26. ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? ഒരു പുതിയൊരു ഹൃദയം തരും. ആർക്കൊക്കെ പുതിയൊരു ഹൃദയം വേണം? എന്റെ മക്കളെ, നിങ്ങളുടെ ഹൃദയം എനിക്ക് തരിക. നമ്മുടെ മോശമായ സകല സ്വഭാവങ്ങളെ കർത്താവ് മാറ്റി, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം നീക്കി ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്നും നീക്കി മാംസമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അതിൽ അനുഷ്ഠിക്കും. പഴയ ഹൃദയം സ്വയത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയമാണ്. പഴയ ഹൃദയം എന്താണ്?
അത് സ്വയത്തെ സ്നേഹിക്കുന്നു, സ്വയത്തിൽ ജീവിക്കുവാൻ, സ്വയത്തിൽ സന്തോഷിക്കുവാൻ, സ്വയത്തിൽ സഞ്ചരിക്കുവാൻ എല്ലാത്തിലും ആഗ്രഹിക്കുന്ന ഒരു പഴയ ഹൃദയം. എന്നാൽ പുതിയ ഹൃദയമോ അവൻ ദൈവത്തെ സ്നേഹിക്കുവാൻ പഠിച്ചവനാണ്. ദൈവത്തെ സ്നേഹിക്കും. എങ്ങനെ സ്നേഹിക്കും? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും. ആ വാക്ക് എത്ര പ്രധാനപ്പെട്ടതാണ്. When I read the book of A.T. Jones, Righteousness by Faith എന്ന പുസ്തകത്തിൽ വായിച്ചു. ആ പുസ്തകത്തിൽ ആ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. നാം ഇന്നും പൂർണ്ണ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. നാം അത് മനസ്സിലാക്കി നമ്മെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചാൽ നാം ഒരു കോളേജിൽ പഠിക്കുവാൻ പോകേണ്ട, നാം ഒരു സ്ഥലത്തും പോയി പരിശീലിപ്പിക്കപ്പെടേണ്ട. ദൈവം നമ്മെ പരിശീലിപ്പിക്കും. നാം പൂർണ്ണമായും ആർക്ക് സമർപ്പിച്ചാൽ? ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവം നമ്മെ പഠിപ്പിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ്? I will teach you all things. ഞാൻ നിങ്ങളെ സകലവും എന്ത് ചെയ്യും? പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് പൗലോസിനെ സകലവും പഠിപ്പിച്ചതുപോലെ നാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടാൽ ദൈവം നമ്മെ പൂർണ്ണമായും പഠിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീരും. അവിടെ ദൈവ സ്നേഹത്തിലാണ് നാം ദൈവത്തെ എന്ത് ചെയ്യുന്നത്? അനുസരിക്കുന്നത്, സഞ്ചരിക്കുന്നത്, ജീവിക്കുന്നത്. റോമലേഖനം 8-ാമത്തെ അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് എന്തത്രേ? ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എന്ത് ചെയ്യുന്നില്ല? കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടുവാൻ ശ്രമിക്കും, അതിൽ സഞ്ചരിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടും. പക്ഷെ എന്ത് സംഭവിക്കുകയില്ല? ആ കീഴ്പ്പെടലിലൂടെ നമുക്കൊരു സന്തോഷവും ഉണ്ടാവുകയില്ല. ഒരു അടിമ പൂർണ്ണ മനസ്സോടെ യജമാനന് കീഴ്പ്പെടുന്നതും മനസ്സില്ലാതെ തല്ലി പഴിപ്പിച്ച് അവനെ അനുസരിക്കുന്നതും രണ്ടാണ്. എങ്ങനെ? ഒരു അടിമ ഒരു യജമാനനെ കുറിച്ച് മനസ്സിലാക്കി സ്നേഹത്തിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും അവന് സമർപ്പിച്ച് കീഴ്പ്പെട്ട് ആ മനുഷ്യനെ അനുസരിക്കുന്നത് ഒന്ന്. 2, അവനോട് വിദ്വേഷവും ദേഷ്യവും പകയും വെറുപ്പും ഒക്കെ ഉള്ളിൽ വെച്ച് അനുസരിക്കുന്നത് പോലെ നടിക്കുന്നത് മറ്റൊന്ന്. നാം എപ്രകാരമാണ് യേശു ക്രിസ്തുവിനെ ഇന്ന് അനുഗമിക്കുന്നത്? പൂർണ്ണ മനസ്സോടെ, സന്തോഷത്തോടെ, സമർപ്പണത്തോടെ, നമുക്ക് വേണ്ടി സകലത്തെയും ത്യാഗം ചെയ്ത ദൈവത്തിന് വേണ്ടി പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് നാം ദൈവത്തെ അനുസരിക്കുന്നവരാണോ? അതോ നാം അപ്രകാരം ഉള്ളിൽ സമർപ്പണമില്ലാതെ, ഉള്ളിൽ അപ്പോഴും പൈശാചിക ചിന്തകളെ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അവയെ കരുതിക്കൂട്ടിക്കൊണ്ട് പാപത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കുവാൻ ശ്രമിക്കുന്നവരാണോ? ആ ശ്രമം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. സെവൻത് ഡേ സഭയ്ക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നാം ധാരാളം പാപികളെ കൂട്ടുന്നു എന്നുള്ളതല്ലാതെ പാപികളിൽ മാനസാന്തരം ഉളവാകുവാനോ പാപത്തിൽ നിന്നും വിശുദ്ധന്മാരായി ജനങ്ങൾ എഴുന്നേൽക്കുവാനോ ഒരിക്കലും ഇടയാവുകയില്ല. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എന്ത് ചെയ്യുന്നില്ല? കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്തില്ല? കഴിയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയും ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർ ആർക്കുള്ളവനല്ല? അവനുള്ളവനല്ല. വീണ്ടും ജനിക്കാത്തവർ എല്ലാവരും വാസ്തവത്തിൽ ആരാണ്? അവർ ജഡീക മനസ്സുള്ളവരാണ്. വീണ്ടും ജനിക്കാത്തവർ ഇപ്രകാരമുള്ളവരാണ്, അവർ ജഡീക മനസ്സുള്ളവരാണ്. അവർ ജഡത്തിനുള്ളത് ചിന്തിക്കും, അവർ ജഡപ്രകാരമുള്ളത് മാത്രം പ്രവർത്തിക്കും. എന്നാൽ ദൈവത്തിന് കീഴ്പ്പെടുന്നവരോ അവർ എപ്രകാരമുള്ളവരായിരിക്കും? ദൈവ സ്വഭാവത്തിൽ ജീവിക്കുന്നവരായിരിക്കും. പഴയ ശീലങ്ങളെ, നമ്മുടെ ചില ശീലങ്ങളെ മാറ്റുവാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കാം. എന്നാൽ ഹൃദയത്തെ മാറ്റുവാൻ ആർക്ക് മാത്രമേ സാധിക്കൂ? ദൈവത്തിന് മാത്രമേ. നമ്മുടെ ഹൃദയം എന്താ വചനം പറയുന്നത്? ഹാർട്ട് ഈസ് ഡിസൈറ്റ്ഫുൾ above all things എന്നാണ്. ഹൃദയം ഏറ്റവും ദോഷമുള്ളത് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. ആ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കും. ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഇന്ന് അനേകർക്ക് എന്തായി മാറി? നമ്മുടെ മൊബൈൽ ഫോണുകൾ ഒരു വലിയ കെണിയായിട്ട് മാറി. വേദപുസ്തകത്തോട് കൂടുതൽ സമയം ചെലവിടുന്നതിന് പകരം, ദൈവവചനത്തിന് കീഴ്പ്പെടുന്നതിന് പകരം നാം ഇന്ന് അനേകം എന്തായിട്ട് മാറി തീർന്നിരിക്കുന്നു? ഏത് ജനത്തെയാണോ നീതിയുടെ പാതയിലേക്ക് വഴി നടത്തേണ്ടവർ അവർ തന്നെ അന്ധകാരത്തിന്റെ ശീലങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, അടിമകളായി തീർന്നിരിക്കുന്നു. നമുക്കെങ്ങനെ ഈ ലോകത്തെ ദൈവത്തിന് വേണ്ടി, അവന്റെ വഴിവിന് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം സാധിക്കും? സ്വഭാവത്തിന് ചില മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും. എങ്കിലും ഹൃദയത്തെ പൂർണ്ണമായും മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതിന് നാം
നാം ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഓരോ ദിവസവും പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ഐ ഡൈ ഡെയിലി, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ദിവസേന മരിക്കുന്നു. ഓരോ ദിവസവും നാം മരിക്കണം. എങ്കിൽ ക്രിസ്തു നമ്മിൽ എന്ത് ചെയ്യപ്പെടും? ഉയർത്തെഴുന്നേൽക്കുവാൻ, യേശു ക്രിസ്തു നമ്മൾ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നാം സ്വയത്തിൽ ആശ്രയിച്ചാൽ, സ്വയത്തിൽ കെട്ടപ്പെട്ടവരായി കഴിഞ്ഞാൽ ഒരിക്കലും ആ സ്വയവുമായി നമുക്ക് സ്വർഗത്തിൽ കയറുവാൻ സാധിക്കത്തില്ല. സ്വയത്തിൽ കെട്ടപ്പെട്ടവരായി, സ്വയത്തിൽ ജീവിക്കുന്നവരായി, സ്വയ താല്പര്യങ്ങളോടുകൂടി ജീവിക്കുന്നവരായി, ജഡത്തിന്റെ സ്വഭാവത്തോടെ ജീവിക്കുന്നവരായി നമുക്ക് ഒരിക്കലും സ്വർഗം അവകാശമാക്കുവാൻ കഴിയില്ല. അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് പിശാച്, ലൂസിഫർ എവിടെ തള്ളപ്പെട്ടത്? സ്വർഗത്തിൽ നിന്നും തള്ളപ്പെട്ടത് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. ക്രൈസ്റ്റ് ഒബ്ജക്ട് ലെസൺസ് എന്നൊരു പുസ്തകമുണ്ട്, മലയാളത്തിൽ ക്രിസ്തുവിന്റെ ഉപമകൾ. അവിടെ എലൻ വൈറ്റ് എഴുതിയ ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് 353 മലയാളത്തിലെ ഭാഗമാണ്. നാം ക്രിസ്തുവിനെ സമർപ്പിക്കുന്നത്. എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പൂർണ്ണമായും ആ പ്രമാണിയായ യൗവനക്കാരൻ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ലായിരുന്നു. അവൻ കൽപ്പനകളെ അനുസരിച്ചവനായിരുന്നു. ശബദത്തോറും പള്ളിയിൽ പോയവനായിരുന്നു. നന്നായി പള്ളിയിൽ പാട്ടൊക്കെ പാടിയവനായിരുന്നു. നന്നായി കീബോർഡൊക്കെ വായിക്കുന്നവനായിരുന്നു. പക്ഷെ എന്നിട്ടും അവൻ എന്തുണ്ടായിരുന്നു? ഒരു കുറവുണ്ടായിരുന്നു. അവൻ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ലായിരുന്നു. പൂർണ്ണമായും ഞാൻ ദൈവത്തിന് സമർപ്പിച്ചാൽ എനിക്ക് എന്താ സംഭവിക്കുന്നത്? എലൻ വൈറ്റ് പറയുന്നു. എന്താ പറയുന്നത്? നാം നമ്മെ തന്നെ ക്രിസ്തുവിന് പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ, നാം നമ്മെ തന്നെ ക്രിസ്തുവിന് പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അവന്റെ ഹൃദയത്തോട് യോജിക്കുന്നു. എന്തായി മാറുന്നു? We will have the same mind of Jesus. എന്താണ് പൗലോസ് പറഞ്ഞത്? Let this mind be in you which was also in Christ Jesus. യേശു ക്രിസ്തുവിലെ അതേ ഭാവം തന്നെ ആരിൽ ഉണ്ടാകട്ടെ? നിങ്ങളിൽ. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ? സത്യത്തിൽ ഈ ലോകത്തിൽ ധനാഢ്യന്മാരായി തീരുവാനല്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? സത്യത്തിൽ യേശു ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറുക. ആ സെയിം മൈൻഡ് ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ അതേ മനസ്സുള്ളവരായി തീരുക. അപ്രകാരമുള്ളവരായി നാം രൂപാന്തരപ്പെട്ടാൽ, നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിൽ തീ കത്തും, പരിശുദ്ധാത്മാവ് ഈ ദേശത്തിൽ തീ കത്തിക്കും. നാം എഴുന്നേറ്റ് സംസാരിച്ചാൽ ഹൃദയങ്ങൾ രൂപാന്തരപ്പെടും. ദൈവം അനേകരിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. എന്താണ് സംഭവിക്കുന്നത്? നാം ക്രിസ്തുവിന് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയത്തോട് യോജിക്കുകയും നമ്മുടെ ആഗ്രഹം അവന്റെ ആഗ്രഹത്തിൽ മുങ്ങി, നമ്മുടെ മനസ്സ് അവന്റെ മനസ്സിനോട് ഏകീഭവിക്കുകയും നമ്മുടെ ചിന്തകൾ അവന്റെ ഇഷ്ടത്തിന് അനുരൂപമാവുകയും നാം അവന്റെ ജീവിതം ജീവിക്കുകയും ചെയ്യും. What a beautiful ടെക്സ്റ്റ്. എത്ര ഭംഗിയായിട്ടാണ് എലൻ വൈറ്റ് പറയുന്നത്. ഒരു മനുഷ്യൻ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചാൽ, ദൈവത്തിന് പൂർണ്ണമായും കീഴ്പ്പെട്ടാൽ അവൻ ആരായിട്ട് മാറും? യേശുക്രിസ്തുവായിട്ട് മാറും. അവൻ യേശുക്രിസ്തുവായി രൂപാന്തരപ്പെടും. ആ മൈൻഡ് നമ്മിൽ ഉണ്ടായാൽ, പൗലോസിന് ഉണ്ടായതുപോലെ ആ മൈൻഡ് നമ്മിൽ ഉണ്ടായാൽ നാം എപ്രകാരമായി വരും? നമ്മുടെ ഹൃദയം യേശുവിന്റെ ഹൃദയത്തോട് യോജിക്കും. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ യേശുക്രിസ്തുവിന്റെ ആഗ്രഹത്തിൽ മുങ്ങും. അപ്പോൾ എന്താണോ യേശു ആഗ്രഹിക്കുന്നത് അത് ഞാനും ആഗ്രഹിക്കും. എന്താണോ യേശു ചിന്തിക്കുന്നത് അത് ഞാനും ചിന്തിക്കും. എന്താണോ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് അത് ഞാനും ആഗ്രഹിക്കും. യേശുവിനെ പോലെ നാം ചിന്തിക്കുവാൻ തുടങ്ങും. ആ ചിന്തയിൽ അങ്ങനെ ഒരു ഐക്യത നമുക്കുണ്ടാകുമ്പോൾ, do you know what will happen to us? We will experience a greater joy. ഈ ലോകത്തിൽ 50 കോടി നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാൽ, ലോട്ടറി എടുക്കാനല്ല കേട്ടോ, അത് അടിച്ചാൽ എത്ര വലിയ സമ്പത്ത് നമുക്കുണ്ടായി എന്ന് പറഞ്ഞാലും നമുക്ക് ലഭിക്കാത്ത സന്തോഷം ദൈവത്തോട് അനുരൂപരാകുമ്പോൾ, ഐക്യമെത്തിപ്പെടുമ്പോൾ നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആരെ പോലെ? പൗലോസിനെ പോലെ. പൗലോസിനെ ഓർത്ത് നോക്കിയേ. എല്ലാവരെയും ഓടി നടന്ന് പീഡിപ്പിച്ച ഒരു മനുഷ്യൻ പെട്ടെന്ന് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൻ എന്താ പറഞ്ഞത്? അതെല്ലാം വെറുതെ, ചപ്പും ചവറും എന്നെണ്ണി സഞ്ചരിക്കുവാൻ, യേശുവിന് വേണ്ടി സകലത്തെയും ത്യാഗം ചെയ്യുവാൻ, ഒടുവിൽ I know in whom I believe എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി ജീവനെ ത്യാഗം ചെയ്യുവാൻ ജോണും ഹസ്സും ഒക്കെ പാട്ടും പാടി തീക്കിരയാക്കപ്പെട്ട കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ എപ്രകാരം നിസ്സാരമായ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ ദൈവം നമ്മോട്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു മാറ്റം നിങ്ങൾ വരുത്തുകയും, ഒരു ചെറിയ മാറ്റം നിങ്ങൾ എനിക്ക് വേണ്ടി കൈക്കൊള്ളുകയും എന്ന് പറയുമ്പോൾ ആ മാറ്റത്തിന് മനസ്സില്ലാത്തവർ ദൈവത്തോട് ഞാൻ എന്റെ ജീവനെ തരാമെന്ന് പറഞ്ഞ യേശുക്രിസ്തു വിശ്വസിക്കുക. ഒരു ചെറിയ മാറ്റം ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, ആ മാറ്റത്തിന് നാം ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുന്നില്ല എങ്കിൽ നാം പറയുകയാണ് I will die for you. യേശു ഒരിക്കലും എത്തിയത്തില്ല, വിശ്വസിക്കുകയില്ല. ചെറിയതിൽ, അല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം എന്ത് ചെയ്യും?
അധികത്തിൽ വിചാരകനാക്കും എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. ഗലാത്യർ 2:20 പൗലോസ് എഴുതി. ഗലാത്യർ 2:20, ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, പിന്നെ ആരത്രേ? ക്രിസ്തു അത്രേ. അപ്പോൾ ആരാ ജീവിക്കേണ്ടത്? നമ്മിലൂടെ യേശു ക്രിസ്തു ജീവിക്കണം. അതിന് നാം പൂർണ്ണമായി ക്രിസ്തുവിന് നമ്മെ സമർപ്പിക്കണം. നാം എന്ത് ചെയ്യുകയാണ് ഈ നാളുകളിൽ? നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തെ മറന്നുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചിന്റെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം അവന് കീഴ്പ്പെട്ട് അവന്റെ താല്പര്യങ്ങൾക്കൊത്തവണ്ണം നാം ഓരോ ദിവസവും മൊബൈലിൽ തോണ്ടി എന്ത് ചെയ്യുകയാണ്? നമ്മുടെ സമയം നശിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാനുള്ള മഹത്വകരമായ ഉത്തരവാദിത്വം ദൈവം നമ്മുടെ സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു. നാം ആകുന്ന ശുശ്രൂഷകന്മാർ കേരളത്തിൽ ആ ദൗത്യം പ്രവർത്തിക്കാൻ പരാജയപ്പെട്ടു പോയാൽ ആരാ പരാജയപ്പെടുന്നത്? നമ്മളല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ വേല പൂർത്തിയാക്കുവാൻ ദൈവത്തിന് നമ്മളല്ലാതെ വേറെ ആരുമില്ല. നാം പറയാതിരുന്നാൽ, നാം സമർപ്പിക്കാതിരുന്നാൽ, നാം അതിനുവേണ്ടി യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ ഇരുന്നാൽ ഈ വേല ഈ ലോകത്തിൽ, ഈ ദേശത്തിൽ എങ്ങനെ പൂർത്തിയാക്കുവാൻ തക്കവണ്ണം സാധിക്കും? അതിന് നാം മനസ്സ് വയ്ക്കാതെ ഇരുന്നാൽ, അതിന് നാം നമ്മെ സമർപ്പിക്കാതെ പോയാൽ നാം ഒരു ദിവസം എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മെ തള്ളിക്കളയുവാൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മെ തള്ളിക്കളയുവാൻ യേശു ക്രിസ്തു ഇടയായിത്തീരും. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ആരല്ല, ഞാനല്ല, മറിച്ച് ക്രിസ്തു അത്രേ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത. സോ പൗലോസ് എന്ത് ചെയ്തു? മനസ്സിലാക്കി, എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സകലത്തെയും ത്യാഗം ചെയ്തു എന്ന്. ആര് മനസ്സിലാക്കി? പൗലോസ് മനസ്സിലാക്കി. എനിക്ക് ഒരു മകളുണ്ട്, 12 വയസ്സ് പ്രായം. എന്റെ മകളെ നശിപ്പിക്കും, പീഡിപ്പിക്കും, അപമാനിക്കും എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ഞാൻ എന്റെ മകളെ പറഞ്ഞയക്കുമോ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞയക്കുമോ? നിങ്ങളുടെ മക്കളെ പീഡിപ്പിക്കും, ഉപദ്രവിക്കും, അപമാനിക്കും, പിച്ചി ചീന്തും എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാറില്ല? അയക്കാറില്ല. പിച്ചി ചീന്തും, അപമാനിക്കും, അവഗണിക്കും, കൊന്നുകളയും എന്നൊക്കെ അറിഞ്ഞിട്ടും യേശു ക്രിസ്തുവിനെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി എവിടേക്ക് അയച്ചു? നമ്മൾ ചെയ്യാത്തത് നമുക്ക് വേണ്ടി ആര് ചെയ്തു? പിതാവായ ദൈവം നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ചെയ്തു. ഞാൻ വായിക്കുമ്പോൾ മനസ്സിലാക്കിയത്, യേശു ക്രിസ്തുവിനെ അപഹസിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ അവഹേളിക്കുമ്പോൾ, അവന്റെ മുഖത്ത് തുപ്പുമ്പോൾ, അവനെ കരണത്തടിക്കുമ്പോൾ തൊട്ടരികിൽ അദൃശ്യന്മാരായ സ്വർഗീയ ദൂതന്മാർ നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ അവഹേളിക്കുന്ന കാഴ്ച നിങ്ങൾ നോക്കി നിൽക്കുകയാണ്. എത്ര നേരം നിങ്ങൾക്കത് നോക്കി നിൽക്കുവാൻ സാധിക്കും? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെ, നമ്മുടെ പ്രിയപ്പെട്ട മകളെ പരസ്യമായി അവഹേളിച്ച്, അപമാനിച്ച്, വിവസ്ത്രയാക്കി നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ എത്ര നേരം എനിക്കും നിങ്ങൾക്കും അത് നോക്കി നിൽക്കുവാൻ സാധിക്കും? യേശു ക്രിസ്തുവിനെ അവഹേളിക്കുന്ന കാഴ്ച കണ്ട് ദൂതന്മാരുടെ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. യേശു ക്രിസ്തു കണ്ണുകൊണ്ടെങ്കിലും ഒരു ആംഗ്യം കാട്ടിയിരുന്നുവെങ്കിൽ ആ ന്യായാധിപ കോടതിയിൽ ആ നിമിഷം അവിടെ അഴിഞ്ഞാടുവാൻ ആര് തയ്യാറായി നിൽക്കുകയായിരുന്നു? സ്വർഗീയ ദൂതന്മാർ നിൽക്കുകയായിരുന്നു. They could not understand why their savior has to go through such a deep humiliation. എന്തുകൊണ്ടാണ് ഇത്രയും അപമാനം ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവം സഹിക്കുന്നത് എന്നോർത്ത് ദൂതന്മാർക്ക് ഉത്തരം ലഭിച്ചില്ല. എന്തിനു വേണ്ടിയായിരുന്നു അത്രമാത്രം അപമാനം കർത്താവ് സഹിച്ചത്? എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനായി. അത്രമാത്രം നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത യേശു ക്രിസ്തുവിന് നമ്മെ സമർപ്പിക്കാൻ നമുക്ക് മനസ്സില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും എന്താണ് നേട്ടം? പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് നേട്ടം? ഈ ലോകത്തിൽ നാം അപ്രകാരം നമുക്ക് വേണ്ടി സകലത്തെയും ത്യാഗം ചെയ്ത യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മെ സമർപ്പിക്കാൻ മനസ്സില്ലാതെ ഞാൻ ഈ ലോകത്തിൽ എന്തൊക്കെ ഓടി നടന്ന് വെട്ടിപ്പിടിച്ചു എന്ന് അവകാശപ്പെട്ടാലും, എന്തൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടി നേടിക്കൊടുത്തു എന്ന് അവകാശപ്പെട്ടാലും എന്റെ ജീവിതം ഈ ലോകത്തിൽ ഒന്നും നേടിയില്ല എന്ന് കർത്താവായ ദൈവത്തിന് പറയേണ്ടി വരും. എത്രമാത്രം ത്യാഗമാണ്! ആ ത്യാഗം യേശു ചെയ്തു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സകലത്തെയും ത്യാഗം ചെയ്ത് യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ തക്കവണ്ണം ഇടയായത് എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. 15-ാം അധ്യായം യോഹന്നാന്റെ പുസ്തകം, വേദപുസ്തകം യോഹന്നാൻ 15 5-ാമത്തെ വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ എന്തുമാകുന്നു? കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഞാൻ ക്രിസ്തുവിൽ വസിച്ചാൽ, ക്രിസ്തു എന്നിൽ വാസം ചെയ്താൽ നാം എന്ത് ചെയ്യും? വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾ ഒന്നും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല.
ചെയ്യുവാൻ സാധിക്കത്തില്ല. പ്രമാണിയായ മനുഷ്യൻ ദൈവത്തിന് തന്നെ പൂർണ്ണമായും സമർപ്പിച്ചിരുന്നില്ല. നിക്കോദെമോസ് സകലവും അറിഞ്ഞവനെങ്കിലും അവൻ വീണ്ടും ജനിച്ചിരുന്നില്ല. വെള്ളത്താലും ആത്മാവിനാലും അവൻ വീണ്ടും ജനിച്ചിരുന്നില്ല. എന്താണ് ഈ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ? വെള്ളം എന്നത് നമ്മുടെ ശുദ്ധീകരണത്തെ ചൂണ്ടിക്കാണിക്കുന്നു. മാനസാന്തരത്തെ, പാപത്തിൽ നിന്നുള്ള നമ്മുടെ തിരിഞ്ഞുമാറ്റത്തെ വെള്ളം സൂചിപ്പിക്കുമ്പോൾ ആത്മാവിനാൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പുതിയൊരു ജീവനെ സ്വീകരിക്കുക, പുതിയൊരു മനസ്സിനെ സ്വീകരിക്കുക, പുതിയ കാര്യങ്ങൾക്കായി വചനത്തിൽ നമ്മെ സമർപ്പിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് ആത്മാവിനാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ. അനേകരും വെള്ളത്താൽ ജനിച്ചവരാണ്, എന്നാൽ പലരും ആരാൽ ജനിച്ചിട്ടില്ല? ആത്മാവിനാൽ. അതുകൊണ്ടാണ് ഇന്നും ആ പഴയ മനുഷ്യന്റെ അതേ സ്വഭാവം, അതേ ചിന്ത, അതേ താല്പര്യങ്ങൾ, അതേ ഇഷ്ടങ്ങൾ, ആ ചിന്തകളുമായി ജീവിക്കുമ്പോൾ we have no peace in our heart, we have an emptiness in our heart. നാം യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ നീതിയുടെ സന്തോഷത്തെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലും നീ ജനിച്ചില്ല എങ്കിൽ നിക്കോദെമോസേ, you may be a great man, you may be a teacher, you may be a Pharisee, you may be a member in the Sanhedrin, but no use if you are not born again. നാം ഒരുപക്ഷേ ഒരു സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാരനായ ശുശ്രൂഷകനായിരിക്കാം, but if we are not born again, നമുക്ക് ആർക്കും എന്തില്ല? ദൈവരാജ്യത്തിൽ അവകാശമില്ല. ഞാൻ അവനിലും അവൻ എന്നിലും വസിച്ചാൽ എന്ത് ചെയ്യപ്പെടും? വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആരാ പറഞ്ഞത്? യേശുക്രിസ്തു പറഞ്ഞു. നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. ഞാൻ നിങ്ങളും വീണ്ടും ജനിച്ചവരാണോ? ഞാൻ നിങ്ങളും വീണ്ടും ജനിച്ചവരാണോ? പ്രശാന്ത്, നമ്മൾ വീണ്ടും ജനിച്ചവർ ആണോ? നമ്മോട് ദൈവം ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നിക്കോദെമോസിനോട് ചോദിച്ചതുപോലെ വെള്ളത്താലും ആത്മാവിനാലും നാം ജനിച്ചില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? വീണ്ടും ജനിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. പുതിയ ജനനം എന്നത് വെറും ഒരു തിയറി അല്ല കേട്ടോ. എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ തിയറി. അതെന്താണ് സത്യത്തിൽ? ക്രിസ്തുവുമായി, ആരുമായി? വൈനുമായി, മുന്തിരി വള്ളിയുമായി നമുക്കുണ്ടാകുന്ന ഒരു ബന്ധത്തെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുതിയ ജനനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ, അവൻ ഉള്ളിൽ വന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അവകാശത്തെ സ്വീകരിക്കുമ്പോൾ ഇന്ന് വരെ അസാധ്യം എന്ന് തോന്നിയതൊക്കെ കർത്താവ് നമ്മിൽ എന്താക്കി തീർക്കും? സാധ്യമാക്കി തീർക്കും. ഇന്ന് പലതും നമുക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് നാം പൂർണ്ണമായി കീഴ്പ്പെട്ടാൽ, പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടാൽ കർത്താവ് നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, കേരളത്തിൽ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയിൽ അത്ഭുതകരമായി പ്രവർത്തി ചെയ്യുവാൻ ദൈവം നമ്മിലൂടെ ഇടയായിത്തീരും. നാം ഒരുപക്ഷെ വലിയ പഠിപ്പുള്ളവരും വലിയ പ്രാസംഗികന്മാരും ഒന്നും ആയിരിക്കുകയില്ല. ഞാൻ വലിയൊരു പ്രാസംഗികനാണെന്ന് ഒരിക്കലും അവകാശപ്പെടുകയില്ല. ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ എന്നെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഓരോ പ്രാവശ്യം ഇവിടെ നിൽക്കുമ്പോഴും എന്റെ കാലുകൾ വരുന്നത് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഓരോ പ്രാവശ്യവും ഈ പുൽപിറ്റ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ പുൽപിറ്റിനോട് ചേർന്ന് നിൽക്കും. എന്തിനു വേണ്ടിയാ? ഇത് എന്റെ വിറതാങ്ങിയാണ്. എന്തത്രേ? വിറതാങ്ങിയാണ്. എനിക്ക് വിറയുണ്ട്. എന്നെ നിർത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ദൈവമാണ് നമ്മെ നിൽക്കുവാൻ ശക്തനാക്കുന്നത്. എന്നെ ശക്തനാക്കുന്നത് മുഖാന്തരം ഞാൻ സകലവും ചെയ്യുവാൻ എന്താകുന്നു? മതിയായവനാകുന്നു. നിത്യജീവൻ ആരംഭിക്കുന്നത് സ്വർഗത്തിലല്ല. എന്താ ഞാൻ പറഞ്ഞത്? നിത്യജീവൻ ആരംഭിക്കുന്നത് സ്വർഗത്തിലല്ല, മറിച്ച് നിത്യജീവൻ ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹല്ലേലൂയ! ഹൃദയത്തിലാണ്. ഞാൻ തീർന്നു. ലാസ്റ്റ് സെന്റൻസ്. നിത്യജീവൻ ആരംഭിക്കുന്നത് സ്വർഗത്തിലല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ യേശുക്രിസ്തു വസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ നാം വെറുക്കുവാൻ ശീലിക്കും. നമ്മുടെ ശീലങ്ങൾക്ക് മാറ്റം വരും. സമർപ്പണത്തോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, ഏകാഗ്രതയോടെ പൂർണ്ണമായും ദൈവത്തിന് കീഴ്പ്പെടുമ്പോൾ നാം ജഡത്തെയല്ല പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മെ ദൈവം വാലല്ല പിന്നെ ആരാക്കി തീർക്കും? തലയാക്കി തീർക്കും. അങ്ങനെ ഒരു ജീവിതം ജീവിക്കുവാൻ നമുക്കിന്ന് ഈ വൈകുന്നേരം നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ പ്രിയപ്പെട്ടവർ ആരാ? ഈ പ്രിയപ്പെട്ടവർ വില്യം മില്ലർ, ജോസഫ് പീറ്റ്സ്, ഒറയൻ സ്മിത്ത്, ജെയിൻ ലഫ്ബർ, ജെയിംസ് വൈറ്റ്, എലൻ വൈറ്റ്, ജെയിൻ ആൻഡ്രൂസ്, എ.ടി. ജോൺസ്, ഇവരൊക്കെ ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചതുപോലെ നമുക്കും ഇന്ന് പകൽക്കാലം സമർപ്പിക്കാം. ഇവർ കാത്തിരിക്കുകയാണ്. ഇവിടെ ക്രിസ്തുവിൽ ഇവർ എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നാം ഓരോരുത്തരും
നമ്മെ ഏൽപ്പിച്ച വേല പൂർത്തിയാക്കുവാൻ. കാരണം ഇവർക്ക് യേശുവിനെ കാണണം എന്ന ആഗ്രഹത്തോടെ ലോകത്തിൽ സകലത്തെയും സമർപ്പിച്ച് ഈ വേല പൂർത്തിയാക്കി വിശ്രമിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഞാൻ നിങ്ങൾ ഈ വേല പൂർത്തിയാക്കിയാൽ ഇവർക്ക് പ്രതിഫലം ലഭിക്കും, നമുക്കും അതിനോടൊപ്പം പ്രതിഫലം ലഭിക്കും. നമുക്ക് എന്തുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചുകൂടാ? നമ്മുടെ പാപങ്ങളെ വിട്ടൊഴിഞ്ഞ്, നമ്മുടെ തെറ്റായ ശീലങ്ങളെ വിട്ടൊഴിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ ഏകാഗ്രതയോടെ ദൈവത്തിന് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ആ പ്രമാണിയായ മനുഷ്യൻ അവൻ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവനായിരുന്നു. എന്നാൽ സത്യത്തിൽ അവൻ ദൈവത്തിന് തന്റെ ഹൃദയത്തെ സമർപ്പിച്ചിട്ടില്ലായിരുന്നു. നിക്കോദമസ് പരിജ്ഞാനിയായ ഒരു പരീക്ഷനായിരുന്നു, എന്നാൽ അവൻ വീണ്ടും ജനിച്ചിട്ടില്ലായിരുന്നു. പിതാവേ, ഇന്ന് നിങ്ങൾ പഠിച്ചതുപോലെ നിങ്ങൾ സമർപ്പണമുള്ളവരായി ദൈവത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് ഈ ലോകത്തിൽ ദൈവത്തിന്റെ പ്രിയ മക്കളായി പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലങ്ങളായി ഇനി ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തു അത്രേ എന്ന് സമർപ്പണത്തോടെ പറഞ്ഞ് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം. പരിശുദ്ധാത്മാവിനെ വാസം ചെയ്യുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണം. അവിടുന്ന് വളരണമേ പിതാവേ, ഞങ്ങളോട് കുറയണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ.